വെക്കേഷനൊക്കെ ആയപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ മക്കൾക്കൊരു പിസ്സ കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിലൊരു പിസ്സ ഉണ്ടാക്കി വരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ മാവ് കുഴച്ച് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് മെയിനായിട്ടും വേണ്ടതാണ് ഒറിഗാനോ. ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് പേര് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് നമ്മുടെ സ്വന്തം പനിക്കൂർക്കൻ്റെ ഇല ഉണ്ടല്ലോ, ആ ഇലയാണിത്. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ തുളസി ഇലയും കൂടിയാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ, ഒരു 4 ബ്രസ്റ്റ് പീസ് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചതായിരുന്നു. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോയ്ക്ക് വേണ്ടത് തുളസിയിലയാണ്. ഞാൻ കുറച്ച് തുളസിയിലയും കൂടിയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അതിൻ്റെ പൂവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതും കൂടിയും കൂട്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ് ഇതേപോലെ ചൂടാക്കുമ്പോൾ തന്നെ ഇതേപോലെ നൈസായിട്ട് പൊടിഞ്ഞ് വരും. അപ്പം ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എൻ്റെ കൈ ഉപയോഗിച്ച് തന്നെ രണ്ടും കൂടി ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ വരും. നമുക്കൊരു ടീസ്പൂണേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കി തുടങ്ങുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രൈ പാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതിനേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഫ്രൈ പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ബ്രെഡൊക്കെ എടുത്താൽ മതിയാകും. ഇനി അത് ഇതേപോലെ ചെറുതായിട്ട് പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഫ്രൈ പാൻ ആണെങ്കിൽ ഏകദേശം ഒരു 3 മുട്ട മതിയാകും. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കാൻ ഒരു 1/2 കപ്പിനടുത്ത് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്രൈ പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, അതിന് മുന്നെയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരേ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിത് കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടാൽ അത് കറക്റ്റ് പൊട്ടാതെ കറക്റ്റ് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ ഒറിഗാനോ 1 ടീസ്പൂണിനടുത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അതും ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി അഥവാ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പിസ്സ സോസ് റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ടൊമാറ്റോ സോസ് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസും ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസ്, 3 വെജിറ്റബിൾസാണ്. ഒന്ന് നമ്മുടെ വലിയുള്ളി, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പം ഞാനൊരു 200 ഗ്രാമിൻ്റെ മൊസറല്ല ചീസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല, കുറച്ച് മതി. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം ഇതേപോലെ ഇതിൻ്റെ മുകളിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അവസാനമായിട്ട് കുറച്ച് കൂടുതൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. മൊസറല്ല ചീസാണ് ഇത് ചീസി ആയിട്ട് വരാൻ മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഞാനിത് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 8 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് തുറന്ന് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഒരു 8-9 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് കറക്റ്റ് ചീസി മെൽറ്റായി വന്നിട്ടുണ്ട് ചീസൊക്കെ. അപ്പം കറക്റ്റ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്കിത് തോന്നി. അപ്പോൾ എല്ലാവരും അഭിപ്രായം കേട്ടപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് പിസ്സ ഫ്ലോപ്പ് ആവില്ല. നല്ല കറക്റ്റ് തന്നെ പിസ്സ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ച് അത് പൊങ്ങി വരാൻ കാത്തു നിൽക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് പിസ്സ റെഡിയാകും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.